പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് നല്ല അടിപൊളി എപ്പിസോഡായിരുന്നു. അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള സ്നേഹപ്രകടനവും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ നയനയ്ക്ക് അവാർഡ് കൊടുക്കുന്നതിന് മുന്നേ തന്നെ നയനിനെ കുറിച്ച് അൻമരിയ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നയന ഇങ്ങനെ 5 വയസ്സ് മുതൽ അച്ഛനെ സഹായിക്കാൻ തുടങ്ങിയതാണ്. പിന്നെ ആ സഹായം അങ്ങ് തുടർന്നുകൊണ്ടേയിരുന്നു. പഠനത്തോടൊപ്പം തന്നെ അച്ഛനെ സഹായിക്കാനും തുടങ്ങി. പിന്നെ ഡിഗ്രിക്കും ഒക്കെ പഠിക്കുന്ന സമയത്തായാലും ഇങ്ങനെ കൾച്ചറൽ അവാർഡൊക്കെ നയന വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറയാണ്. അതിന്റെ ഇടയ്ക്കാണ് മൂർത്തി ജ്വല്ലറിയുടെ MD ആദർശ് സാറുമായിട്ട് യാദൃശികമായിട്ട് നയന മേഡത്തിന് വിവാഹം കഴിഞ്ഞത് എന്നൊക്കെ പറയട്ടെ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ദേവയാനി ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആദർശ് നയനേനെ കല്യാണം കഴിച്ച് അനന്തപുരിയിലേക്ക് വന്ന സമയത്ത് നയനേനെ ഉള്ളിലേക്ക് കയറ്റാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞില്ലേ, ഇതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളും ഒക്കെ തന്നെ ഓർക്കുകയാണ് കേട്ടോ. ഞാൻ ഇത്രയും നേരം കാത്തിരുന്നത് ഇവളെപ്പോലെ ഒരുത്തിനെ നിലവിളക്കും കൊടുത്ത് അകത്തേക്ക് ഇങ്ങനെ കയറ്റാനാണോ എന്നൊക്കെ പറഞ്ഞ് അത് പറ്റില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ദേവയാനി ആ സമയത്ത് ഓർക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ദേവയാനിക്ക് സങ്കടം ഒക്കെ വരുന്നുണ്ടായിരുന്നേ. പിന്നെ അത് മാത്രമല്ലല്ലോ, ഇപ്പോൾ നയനയുടെ ഡിസൈൻ ആണല്ലോ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണല്ലോ നയനയ്ക്ക് ഇങ്ങനെ ഒരു അവാർഡ് കൊടുക്കാനും തീരുമാനിച്ചത്. അപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ആ ഡിസൈൻ ഒന്ന് നമുക്ക് കാണാമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ അവിടെ പ്രദർശിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആദർശ് നയനയുടെ കഴുത്തിൽ ഇങ്ങനെ ജ്വല്ലറിയിൽ വെച്ചിട്ട് ഇങ്ങനെ അത് മാല ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നേ. അതൊക്കെ കഴിഞ്ഞ് ആൻമരിയ നയനിനെ വിളിക്കുകയാണ് കേട്ടോ 2 വാക്ക് സംസാരിക്കാനായിട്ട്. ഇനി നമുക്ക് അവാർഡ് ജേതാവായിട്ടുള്ള നയന മാഡത്തിനെ ഇങ്ങോട്ട് ക്ഷണിക്കാന്ന് പറഞ്ഞ് അങ്ങ് വിളിക്കുകയാണ് കേട്ടോ. അപ്പൊ നയന എണീറ്റ് നിന്ന് പിന്നെ ആദ്യം വന്ന് എല്ലാവർക്കും നമസ്കാരമൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് ദേവയാനി കൈയടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നയന അവിടെ വന്ന് സംസാരിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ദേവയാനി നയന കാണുമെന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല, പെട്ടെന്ന് ആ കൈയടിക്ക് അങ്ങ് നിർത്തിയിട്ട് അങ്ങ് ഇരിക്കുകയാണ് കേട്ടോ. അപ്പൊ നയന വന്ന് എല്ലാവർക്കും നമസ്കാരമൊക്കെ പറഞ്ഞ് നയന ഓരോ കാര്യങ്ങൾ പറയുകയാണ്. നമുക്കിടയിൽ ഇങ്ങനെ അവാർഡിന് അർഹതപ്പെട്ട പലരും ഉണ്ട്. അവർക്കൊക്കെ അങ്ങനെ അവാർഡ് കിട്ടാത്തതിൽ നല്ല നിരാശയുണ്ട്. പക്ഷെ എൻ്റെ കാര്യം അങ്ങനെയല്ല. ഞാൻ ഈ അവാർഡും ഇതൊന്നും മോഹിച്ചിട്ടല്ല ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും. എനിക്കതിന് ആഗ്രഹമില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അർഹിക്കാത്ത കാര്യങ്ങൾ നമുക്ക് വേണ്ടാന്ന് തന്നെയാണ് എൻ്റെ തീരുമാനം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇതിനു മുന്നേ അൻമരിയനോട് പറഞ്ഞതാണ് എനിക്ക് ഈ അവാർഡ് വേണ്ട എന്നുള്ളത്. അതുതന്നെയാണ് എനിക്കിപ്പോഴും പറയാനുള്ളത് എന്നങ്ങ് പറയേ. അത് സമയത്ത് ദേവയാനിക്കാണെങ്കിലും ആകെ ഒരു ഞെട്ടലാണ് കേട്ടോ. അപ്പോൾ അവിടെ സദസ്സിന്റെ മുന്നിൽ തന്നെ ദേവയാനി ഇരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ദേവയാനി ആണെങ്കിലും പെട്ടെന്ന് അവിടെ നിന്ന് എണീറ്റിട്ട് നയനിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നിനക്ക് ഒരു വിചാരമുണ്ട് നീ വലിയ സ്റ്റാർ ആയിന്ന്, അതുകൊണ്ടാണോ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ഇവിടെ കൂടിയിരിക്കുന്നവരെയൊക്കെ നീ അപമാനിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആൻമരിയാണെങ്കിലും ഈ സമയത്ത് ഇങ്ങനെ നയനിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ മാഡം ഇത് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഇവിടെ കൂടിയിരിക്കുന്നവരെ അറിയിക്കണോ, ഇതൊക്കെ ചാനലുകാർ കവർ ചെയ്യുന്നുണ്ട്, ഇതൊക്കെ നാളെ ഇങ്ങനെ ചാനലിൽ വരേണ്ടതാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പം നയന പറയുന്നുണ്ടായിരുന്നു, ഇവിടെ അടച്ചിട്ട മുറിയിൽ കുറച്ച് സ്ത്രീകൾ മാത്രമല്ലേ ഉള്ളൂ എന്ന് പറയൂ കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും അവാർഡ് വാങ്ങിക്കുന്നില്ലല്ലോ, പിന്നെ ഇതെന്തിനാ ചാനലുകാർ ഇങ്ങനെ ടെലികാസ്റ്റ് ചെയ്യുന്നതെന്നും കൂടെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പം ദേവയാനിക്കാണെങ്കിലും ആകെ ദേഷ്യം വന്നിട്ട് പിന്നീട് സ്റ്റേജിലേക്ക് അങ്ങ് കയറി വരുന്നുണ്ടായിരുന്നേ. എന്നിട്ട് നയനിനെ ആണെങ്കിലും അങ്ങനെ ദേഷ്യപ്പെടുന്ന രീതിയിലാണ് കേട്ടോ ഓരോന്ന് സംസാരിക്കുന്നത്. നീ അവാർഡ് വാങ്ങിക്കുന്നതിൽ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷേ ഞാനും കൂടെ അങ്ങനെ ഈ സംഘടനയിൽ അംഗമാണ്, അതുകൊണ്ട് നീ ഇങ്ങനെ നിനക്ക് അവാർഡ് തരാൻ തീരുമാനിച്ചവരെ അപമാനിക്കാനാണോ നീ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങ് പറയുകയാണേ. എന്നിട്ട് പിന്നീട് പറയുന്നുണ്ടായിരുന്നു, നീ മാത്രം അങ്ങ് തീരുമാനിച്ചാൽ മതിയോ നിനക്ക് അവാർഡ് വേണ്ട എന്നുള്ളത്, നിനക്ക് അവാർഡ് ഇങ്ങനെ തരാൻ തീരുമാനിച്ച സംഘടനയിലെ ഒരു അംഗം തന്നെയാണ് ഞാൻ, ഞങ്ങളൊക്കെ അപമാനിക്കാനാണോ നീ ശ്രമിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് നയനിനോട് അങ്ങ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അപ്പൊ നയനിക്കാണെങ്കിലും ദേവയാനിയുടെ സങ്കടമൊക്കെ കണ്ടിട്ട് നയനിക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടല്ലോ ദേവയാനി തന്നെയാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നയനി ചോദിക്കുന്നുണ്ടായിരുന്നു, ഇനിയെങ്കിലും അമ്മയ്ക്കൊന്ന് ആ പുകമറയിൽ പുറത്ത് വന്നൂടെ, ഇത്രയും കാലം ആ മറയ്ക്കുള്ളിൽ നിന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പൊ ദേവയാനിക്കാണെങ്കിലും ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ. പിന്നീട് നയന ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ എടുത്തു പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നന്ദുവിനെ ഇങ്ങനെ കേസിൽ പെടുത്തിയ സമയത്താണെങ്കിലും ദേവയാനിയാണല്ലോ മാരാർ വക്കീലിനെ കൊണ്ട് ഇങ്ങനെ നന്ദുവിന്റെ കേസ് വാദിക്കണം എന്നൊക്കെ പറഞ്ഞ് നന്ദു ഒറ്റയ്ക്കാണ് കേസ് വാദിച്ച് ജയിച്ചെങ്കിലും മാരാർ വക്കീൽ നിയമമൊക്കെ പറഞ്ഞു കൊടുത്തോണ്ട് തന്നെയാണല്ലോ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പുറത്ത് വെച്ച് മാരാർ വക്കീലിനോട് ഫീസിന്റെ കാര്യം പറഞ്ഞ സമയത്ത് ഫീസൊന്നും വേണ്ടെന്നാ പറഞ്ഞത്. പിന്നീട് അമ്മയും മാരാർ വക്കീലും പുറത്തു നിന്ന് സംസാരിക്കുന്നത് ഞാൻ കണ്ടു എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. നയനേനെ ഇങ്ങനെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്ന ആ സമയത്തൊന്നും നയനയ്ക്ക് ഒരു സംശയം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് അമ്മയുടെ ഓരോ പ്രവൃത്തിയും എന്നെ സംശയം ഉണ്ടാക്കി. അപ്പൊ ഞാൻ അമ്മയുടെ പിറകെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ഓരോ കാര്യങ്ങളും എന്ന് പറയാണ് കേട്ടോ. അമ്മ ഒരുപാട് അലഞ്ഞില്ലേ, ഇങ്ങനെ ഹോസ്പിറ്റലിൽ കരൾ തന്ന പെൺകുട്ടീനെ കുറിച്ച് അന്വേഷിച്ച് എന്നൊക്കെ പറയാണ്. ഒടുവിൽ അമ്മ ആ സത്യം കണ്ടെത്തിയെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയാണ്. പിന്നീട് ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ എടുത്തു പറയുമ്പോഴും ദേവയാനിക്കാണെങ്കിലും ആകെ സങ്കടം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നയനയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അമ്മയ്ക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഞാൻ ഈ അവാർഡ് വാങ്ങിക്കാം, പക്ഷെ എന്നെ ഈ അവാർഡിന് ഇങ്ങനെ ശുപാർശ ചെയ്ത ഒരാളുണ്ടാവുമല്ലോ, അയാളുടെ കയ്യിൽ നിന്നായിരിക്കും എനിക്ക് അവാർഡ് വാങ്ങിക്കാൻ താല്പര്യം എന്ന് പറയും കേട്ടോ.
അത് ദേവയാനിയാണ് എന്നുള്ളത് നയനയ്ക്ക് അറിയാലോ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നയന അങ്ങനെ പറയുകയും ചെയ്യുന്നത്. ആ ആളുടെ കയ്യിൽ നിന്ന് മാത്രമേ ഞാൻ ഈ അവാർഡ് വാങ്ങിക്കുള്ളൂ എന്ന് പറയട്ടോ. അതിനുശേഷമാണ് അമ്മയ്ക്ക് ഇനിയെങ്കിലും ആ പുകമറയെന്നൊന്ന് പുറത്ത് വന്നൂടെ എന്ന് പറഞ്ഞിട്ട് ഓരോരോ കാര്യങ്ങളായിട്ട് എടുത്ത് പറയുന്നത്. അപ്പോൾ നയനയാണ് കരല് കൊടുത്തതെന്നുള്ള കാര്യമൊക്കെ ദേവയാനി മനസ്സിലാക്കിയ കാര്യമൊക്കെ നയനയ്ക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ ഇതിനോടകം തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ അതെല്ലാം എടുത്ത് പറയുന്നുണ്ടായിരുന്നു നയന. ഇതെല്ലാം കേട്ട് ദേവയാനിക്കാണെങ്കിലും ഭയങ്കര സങ്കടം വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദേവയാനിയുടെ ഓരോ പ്രവൃത്തിയാണെങ്കിലും നയനയിൽ സംശയം ഉണ്ടാക്കിയതും നയന ദേവയാനിയുടെ പിറകെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ പറയാണ്. ഇങ്ങനെ ഹോസ്പിറ്റലിലെത്തി അമ്മ ഒരുപാട് തവണ ഹോസ്പിറ്റലിൽ പോയി. അമ്മ അവസാനം ഒടുവിൽ കരല് തന്ന പെൺകുട്ടീനെ കണ്ടെത്തി. അതിനുശേഷമല്ലേ അമ്മ അന്വേഷണം അങ്ങനെ നിർത്തിയത് എന്നൊക്കെ പറയാണ്. അമ്മ വെറുക്കുന്ന മരുമകള് അമ്മേനെ സഹായിക്കാൻ ഇങ്ങനെ തയ്യാറായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അമ്മ എന്തായാലും ആ സഹായം സ്വീകരിക്കില്ല എന്ന് അമ്മയുടെ മോനും ഭർത്താവിനും അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ അറിയായിരുന്നു. അതുകൊണ്ടാണ് അമ്മയുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ ഒരു കാര്യം മറച്ചു വെച്ചത്. ഇപ്പോഴും അത് അവർ പറയാത്തതും ഇങ്ങനെ അമ്മ എന്നെ ഇത്രയും കാലം കബളിപ്പിച്ചതിന് ഇങ്ങനെ അമ്മ എന്തെങ്കിലും പറയുമെന്ന് വിചാരിച്ചിട്ടാണ് അവരിപ്പോഴും ഈ കാര്യങ്ങളൊന്നും പറയാത്തതെന്നൊക്കെ പറഞ്ഞ് നയന എല്ലാ കാര്യങ്ങളും എടുത്ത് പറയാൻ കേട്ടോ. അപ്പൊ ദേവേനിക്കാണെങ്കിലും ഭയങ്കര സങ്കടം വരുന്നുണ്ട്. ദേവേനിയാണെങ്കിലും കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. നയന ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്ന സമയത്ത് നയനയ്ക്കാണെങ്കിലും ഭയങ്കര സങ്കടമൊക്കെ വരുന്നുണ്ട്. അമ്മ എന്തിനാ ഇങ്ങനെ ഉള്ളിൽ സ്നേഹം വെച്ചുകൊണ്ട് പുറമെ ഇങ്ങനെ അഭിനയിക്കുന്നത്, ഇനിയെങ്കിലും അതൊന്ന് നിർത്തിക്കൂടെ എന്നൊക്കെ അങ്ങ് ചോദിക്കുകയാണ് കേട്ടോ. ദേവേനിക്കാണെങ്കിലും അത് നയന അങ്ങ് ചോദിക്കുന്ന സമയത്താണെങ്കിലും ആകെ സങ്കടം വന്ന് നയനെ അങ്ങ് വന്ന് കെട്ടിപ്പിടിച്ച് അങ്ങ് കരയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് രണ്ടുപേരും അങ്ങ് കെട്ടിപ്പിടിച്ച് കരയാണ്. അപ്പൊ ഇത് കാണുന്ന എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ഇവരിങ്ങനെ സംസാരിക്കുന്നൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് സങ്കടമാണെങ്കിലും പിന്നീട് രണ്ടുപേരും അങ്ങ് കെട്ടിപ്പിടിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അപ്പൊ അതിനുശേഷമാണെങ്കിലും ആൻമരിയെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇനി ആന്റിക്ക് 2 വാക്ക് സംസാരിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ സംസാരിക്കണം എന്ന് പറയും. പിന്നീട് ദേവയാനി വന്നിട്ട് ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നയന ആദർശിന്റെ ജീവിതത്തിലേക്ക് വന്നതും ആദർശിനോട് ദേവയാനിക്ക് ഭയങ്കര സ്നേഹമായിരുന്നല്ലോ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ മരുമക്കൾ കയറി വരുമ്പോൾ അങ്ങനെ അവരോട് സ്നേഹം ഉണ്ടായിരുന്നില്ല. അതിങ്ങനെ മകന് ചേരാത്തൊരു പെൺകുട്ടിയാവുമ്പോൾ അത്രയും സ്നേഹം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നയനമോളെ നന്നായിട്ട് ഞാൻ ദ്രോഹിച്ചിട്ടുണ്ട്. ആദ്യമൊക്കെ ആദർശം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അവനും അവൻ്റെ ഭാര്യേനെ മനസ്സിലാക്കി. അതുപോലെ തന്നെ രാവിലെ എണീറ്റ് കോലം വരച്ച് ഇങ്ങനെ അടുക്കളയിൽ കയറി ഇങ്ങനെ ഭക്ഷണം എല്ലാവർക്കും കൃത്യസമയത്ത് ഉണ്ടാക്കി തരുന്ന ഇങ്ങനെ മരുമകളെ ഇങ്ങനെ എൻ്റെ മകനും എൻ്റെ ഭർത്താവും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ മനസ്സിലാക്കി. അപ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. പിന്നീട് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. നയനെ ഇങ്ങനെ ദ്രോഹിച്ച കാര്യങ്ങളും ഒക്കെ തന്നെ പറയാണ്. പിന്നെ അവർ തമ്മിൽ സ്നേഹത്തിലായപ്പോൾ അവർക്കൊരു കുഞ്ഞ് ജനിക്കുമോ എന്നുള്ളൊരു പേടിയായി എനിക്ക്. അതുകൊണ്ടാണ് ഇങ്ങനെ മണ്ഡലകാലത്ത് ഇങ്ങനെ ഞാൻ അവരോട് വ്രതം എടുക്കാൻ പറഞ്ഞത് എന്നൊക്കെ പറയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് മണ്ഡലകാലം തീരുന്നതിന് മുന്നേ തന്നെ ഞാൻ ഹോസ്പിറ്റലിലായി. അപ്പോൾ എൻ്റെ ഇത് കണ്ട് ദൈവങ്ങൾ തന്നെയാണ് എനിക്ക് ഇങ്ങനെ ഒരു ശിക്ഷ തന്നത് എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ അവളുടെ ചേച്ചിക്ക് കുടിക്കാൻ വേണ്ടി കാച്ചി വെച്ചിരുന്ന പാലാണ് ഞാൻ എടുത്ത് കുടിച്ചത്. അന്ന് ICUവിൽ കിടക്കുമ്പോൾ ആ ഒരു സാമാന്യ ഇതുപോലും എനിക്കുണ്ടായിരുന്നില്ല. ഇവള് എന്നെ പാലിൽ വിഷം ചേർത്ത് കൊല്ലാൻ നോക്കിയെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് എന്നൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ അങ്ങ് എടുത്ത് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. നയനയോടുണ്ടായിരുന്ന ആ വെറുപ്പും ഇതെല്ലാം തന്നെ ഇങ്ങനെ എടുത്തെടുത്ത് പറയുകയാണ്. ദേവേനിക്കാണെങ്കിലും അത് പറയുമ്പോൾ ഭയങ്കര കരച്ചിലും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. കേൾക്കുന്നവർക്കും സങ്കടമാവുന്നുണ്ട്. അതുപോലെ തന്നെ നയനയാണെങ്കിലും ഇതെല്ലാം കേട്ട് അവിടെ നിന്ന് സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ കരയുന്നുണ്ടായിരുന്നേ. പിന്നീട് ഓരോ കാര്യങ്ങൾ പറയാണ്. ഞാനിങ്ങനെ ICUവിൽ കിടക്കുന്ന സമയത്തും ആദർശിന്റെ കൂടെ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ ഇവളെങ്ങനെ ആട്ടി ഇറക്കി വിടുകയായിരുന്നു ചെയ്തത്. എനിക്ക് ഇവളുടെ മുഖം കാണണ്ടെന്ന് പറഞ്ഞ് എന്ന് പറയൂ കേട്ടോ. പക്ഷെ ആ പൊന്നു മോളാണ് എനിക്ക് ഇങ്ങനെ കരല് തന്നതെന്ന് പിന്നീടാണ് ഞാൻ അറിഞ്ഞത്. ആ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ടായിരുന്നേ. പിന്നീട് സർജറി ഒക്കെ കഴിഞ്ഞ ശേഷം ഇവൾ എന്നെ കാണാൻ വന്നിരുന്നു. അപ്പോഴും ഞാൻ ഇവളോട് കരല് തന്ന പെൺകുട്ടീനെ കുറിച്ച് പറഞ്ഞ് ഒരുപാട് ഇവളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. എനിക്കിങ്ങനെ കരല് ഇങ്ങനെ തരാൻ സഹായിച്ച ആ പെൺകുട്ടി ഒരു പ്രതിഫലം വാങ്ങാതെയാണ്. അങ്ങനെയായിരിക്കണം പെൺകുട്ടികൾ എന്ന് പറഞ്ഞ് ഞാൻ മോളോട് ഇങ്ങനെ ഒരുപാട് മോളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ. അപ്പോഴൊന്നും ഞാൻ അറിഞ്ഞില്ല ഈ പൊന്നു മോളാണ് എനിക്ക് കരല് തന്നേന്നുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് സങ്കടപ്പെടുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീടാണല്ലോ നയനയാണ് കരല് കൊടുത്തെന്നുള്ള കാര്യങ്ങളും ഒക്കെ തിരിച്ചറിഞ്ഞത്. അപ്പൊ അതിന്റെ ആ ഒരു ഇതൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ നയനിനെ വീട്ടിൽ നിന്ന് വിളിച്ചു കൊണ്ടുവന്ന കാര്യങ്ങളും ഒക്കെ തന്നെ പറയാണ്. അന്ന് ഞാനൊരു കാര്യം ഉറപ്പിച്ചിട്ട് തന്നെയാണ് ഇങ്ങനെ വിളിച്ചു കൊണ്ടുവന്നത്. അപ്പോൾ ഇവളിങ്ങനെ സർജറി ഒക്കെ കഴിഞ്ഞ് ഇവളുടെ വീട്ടിലേക്ക് പോയപ്പോഴും എൻ്റെ മരുമകള് ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, ഞാൻ ചെന്ന് വിളിച്ചാലേ അവള് വീട്ടിലേക്ക് തിരിച്ചു വരുള്ളൂ എന്നുള്ളത് എന്ന് പറയട്ടോ. അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കിയ ശേഷം ഞാൻ ഇനി എൻ്റെ മരണം വരെ ഇവളെൻ്റെ കൂടെ കാണും എന്നുള്ള ഒരു ഉറപ്പ് തന്നെയാണ് ഇവളെ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന് എന്നുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ പറയാണ് കേട്ടോ. പിന്നീട് അങ്ങ് അതൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും ഭയങ്കര സങ്കടത്തിൽ അങ്ങ് കരയുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കാണുമ്പോൾ നയനയ്ക്കും ഭയങ്കര സങ്കടമാവുന്നുണ്ട്.
പിന്നീട് ദേവയാനി ആണെങ്കിലും നയനയോട് പറയുന്നുണ്ടായിരുന്നു, ആ പാലിൽ വിഷം ചേർത്തത് മനുഷ്യരായിരിക്കില്ല, ദൈവങ്ങൾ തന്നെ ആയിരിക്കും, ഞാനിങ്ങനെ ഓരോന്ന് ചെയ്തതുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങ് സങ്കടപ്പെട്ട് കരയാണ്. എന്നിട്ട് നയനയോട് പറയുന്നുണ്ടായിരുന്നു, നിന്റെ മുന്നിൽ ഞാൻ തോറ്റുപോയി മോളെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈയൊക്കെ കൂപ്പി നിന്നിട്ട് അങ്ങ് കരയാണ് കേട്ടോ. അപ്പം നയനയ്ക്ക് സങ്കടമായിട്ട് പറയുന്നുണ്ടായിരുന്നു, എൻ്റെ അമ്മ ആരുടെ മുന്നിലും തോൽക്കാൻ പാടില്ല, എല്ലാവരുടെ മുന്നിലും ഇങ്ങനെ തല ഉയർത്തി പിടിച്ച് തന്നെ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും രണ്ടുപേരും കെട്ടിപ്പിടിച്ച് അങ്ങ് കരയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്താണെങ്കിലും ഇങ്ങനെ ഗ്രേസി ചോദിക്കുന്നുണ്ടായിരുന്നു, നിനക്ക് ഇങ്ങനെ മോളോടെങ്കിലും സത്യം തുറന്നു പറഞ്ഞുകൂടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെ പറയാനാ, ഇവരെല്ലാവരും കൂടെ എൻ്റെ പിറകിൽ നിന്ന് എന്നെ പറ്റിക്കല്ലായിരുന്നോ, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മനസ്സിൽ തീരുമാനിച്ചു, ഇനി ഇങ്ങനെ ഉള്ളിൽ സ്നേഹം വെച്ചിട്ട് തന്നെ ഇങ്ങനെ മോളെ സ്നേഹിക്കുക, ഉള്ളിൽ അടക്കി പിടിച്ച് സ്നേഹിക്കാം എന്നുള്ളത് എന്നിങ്ങനെ പറയൂ കേട്ടോ. അതിനുശേഷം ആൻമരിയ പറയുന്നുണ്ടായിരുന്നു, നയന മാഡം പറഞ്ഞ പോലെ ഈ അവാർഡ് ഇങ്ങനെ നയന മാഡത്തിന് ഇങ്ങനെ കൊടുക്കാൻ ഏറ്റവും അർഹതപ്പെട്ടത് ദേവയാനി ആൻറ്റിക്ക് തന്നെയാണ് എന്ന് പറയട്ടോ. പിന്നീട് ഗ്രേസി പറയുന്നുണ്ടായിരുന്നു, ഇനിയെങ്കിലും ആ അവാർഡ് അങ്ങ് കൊടുക്കടോ എന്ന് പറയട്ടോ. പിന്നീട് ആ മൊമെന്റ് വാങ്ങിച്ചിട്ട് നയനയ്ക്ക് അങ്ങ് കൊടുക്കുകയാണ് കേട്ടോ. ദേവയാനി ആണെങ്കിലും ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ആ മൊമെന്റ് കൊടുക്കുന്ന സമയത്ത് തന്നെ നയനയ്ക്ക് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ അത് കൊടുക്കുന്നത്. അപ്പോൾ രണ്ടുപേർക്കും നല്ല സന്തോഷമാണ്. അപ്പോൾ രണ്ടുപേരും നല്ല സന്തോഷത്തിൽ നിൽക്കുന്നു കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.